നമ്മുടെ കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയെ ചൊല്ലി മുസ്ലിം ലീഗിൽ കലഹം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. VE അബ്ദുൽ ഗഫൂറിനെതിരെ ലീഗിലെ ഒരു വിഭാഗം പാണക്കാടെത്തി കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖ് അലി തങ്ങളെയും കണ്ടു. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്നാൽ നേതൃത്വത്തിന്റെ പിന്തുണ VE അബ്ദുൽ ഗഫൂറിനാണ് എന്നാണ് സൂചന. സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ ഗഫൂർ മുഹമ്മദ് ഷാ സംഘങ്ങൾ സജീവമായി രംഗത്തുണ്ട്. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. കളമശ്ശേരിയിൽ കഴിഞ്ഞ തവണ പി രാജീവിനെ വിജയിപ്പിച്ചതും അബ്ദുൽ ഗഫൂറിനെതിരെ ഒരു വിഭാഗം നിലപാടെടുത്തതാണ്. ഇത്തവണയും അതേ നീക്കമാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അബ്ദുൽ ഗഫൂറോ ഷായോ എന്നുള്ളതാണ് ചോദ്യം. രണ്ടു കൂട്ടരും കളമശ്ശേരിയിൽ വളരെ സജീവമാണെന്ന് അറിയുന്നു. നീക്കങ്ങൾ നടക്കുന്നുണ്ടല്ലേ? ഉറപ്പായും നടക്കുന്നുണ്ട് അരുൺകുമാർ. സാധാരണഗതിയിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖല മലബാറിലാണ്. മധ്യ കേരളത്തിലുള്ള ആകെ ഒരു സീറ്റാണ് എറണാകുളത്തെ കളമശ്ശേരി എന്ന് നമുക്കറിയാം. പക്ഷേ ആകെ ഒരു സീറ്റിലാണ് ഇപ്പോൾ തമ്മിലടി എന്ന രൂപത്തിൽ കലഹം തുടങ്ങിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഒരു വിഭാഗം മുഹമ്മദ് ഷായ്ക്കൊപ്പം നിൽക്കുന്നു. മറുവിഭാഗത്താകട്ടെ അവർ വാദിക്കുന്നത് VE അബ്ദുൽ ഗഫൂറിന് വേണ്ടിയാണ്. ഇബ്രാഹിം കുഞ്ഞിന്റെ മകനാണ് എന്ന് നമുക്കറിയാം. കഴിഞ്ഞ തവണ പി രാജീവിനോട് പരാജയപ്പെട്ടതാണ്. അപ്പോഴും കാലുവാറിലടക്കമുള്ള പല ഗ്രൂപ്പ് പരിപാടികളുമാണ് പരാജയത്തിന് കാരണമെന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ടായിരുന്നു. ഏതായാലും വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കലഹമുണ്ട്. കളമശ്ശേരിയിൽ ഒരു സീറ്റാണുള്ളത്. പക്ഷേ ആ സീറ്റ് ആർക്ക് വേണമെന്നതിനെ ചൊല്ലിയാണ് തർക്കം. ഇതിൽ VE അബ്ദുൽ ഗഫൂറിന് ജനപിന്തുണ ഇല്ല എന്ന് അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മുഹമ്മദ് ഷായെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം പാണക്കാടേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാണക്കാട് പോയി സാദിഖ് അലി തങ്ങളെ കാണുന്നു, മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ കാണുന്നു. രണ്ടുപേരും ശരി എന്നൊക്കെ പറഞ്ഞ് മടക്കി അയച്ചിട്ടുണ്ടെങ്കിലും VE അബ്ദുൽ ഗഫൂറിന് തന്നെയാണ് സാധ്യത. പാണക്കാട് കുടുംബവും ഒപ്പം കുഞ്ഞാലിക്കുട്ടിയും VE അബ്ദുൽ ഗഫൂറിന് തന്നെ ഒരു തവണ കൂടി ചാൻസ് കൊടുക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇബ്രാഹിം കുഞ്ഞിന്റെ മരണം ഒരു ഭാഗത്തുണ്ട്. ഒപ്പം ഇബ്രാഹിം കുഞ്ഞിനോടുള്ള കുടുംബപരമായ ബന്ധമൊക്കെ പരിഗണിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല VE അബ്ദുൽ ഗഫൂർ നിന്നാൽ ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി മുസ്ലിം ലീഗ് വിലയിരുത്തുകയാണ്. പക്ഷേ മുഹമ്മദ് ഷാ വിഭാഗം ഇങ്ങനെ പോയതിൽ മുഹമ്മദ് ഷാ വിഭാഗത്തിന് മുഹമ്മദ് ഷായ്ക്കുമെതിരെ നേതൃത്വത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. ഏതായാലും മുസ്ലിം ലീഗ് തന്നെ കളമശ്ശേരി മത്സരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. കൊച്ചിയിലേക്ക് മാറി കോൺഗ്രസിന് കളമശ്ശേരി കൊടുക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ അവഗണിച്ച് കളമശ്ശേരി മുസ്ലിം ലീഗ് തന്നെ കയ്യിൽ വെക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. അതിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും VE അബ്ദുൽ ഗഫൂർ സംഘങ്ങൾ സജീവമായി മണ്ഡലം പിടിക്കാനുള്ള, സീറ്റ് ഉറപ്പിക്കാനുള്ള ഓട്ടം തുടങ്ങിയത്. അത് പാണക്കാടെത്തി നിൽക്കുന്നു എന്നതാണ് ഒടുവിലെ കാഴ്ച. അരുൺകുമാർ, താങ്ക് യു ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.